സഭയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് എറണാകുളത്ത് ഞായറാഴ്ച വിശ്വാസ സംരക്ഷണ മഹാറാലി നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ആശങ്കകൾ പങ്കുവച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ബിഷപ്പ് തന്റെ ആശങ്കകൾ പങ്കുവച്ചത്. മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന രീതി നടപ്പാക്കുന്നത് എല്ലാ രൂപതകൾക്കും വേദനാജനകമായിരുന്നു. എന്നിട്ടും അവരെല്ലാം അത് നടപ്പാക്കി. ഒരു എതിർസ്വരവുമില്ലാതെ നടപ്പാക്കിയ ഒത്തിരി രൂപതകൾ കേരളത്തിൽ തന്നെയുണ്ടെന്ന് ബിഷപ്പ് മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയൊന്നും ജനത്തെ ആരും തെരുവിലിറക്കിയില്ല. എന്തുകൊണ്ടായിരിക്കും? 10,000 പേരെ സംഘടിപ്പിച്ച് റാലി നടത്താൻ കഴിവില്ലാത്ത ഒരൊറ്റ രൂപതയെങ്കിലുമുണ്ടോ നമ്മുടെ സഭയിലെന്ന് മാർ തോമസ് തറയിൽ ചോദിക്കുന്നു. അവരൊക്കെ വിചാരിച്ചാൽ 10,000-ഓ 20,000-ഓ 50,000-ഓ ആൾക്കാരെ ഇറക്കാം. എന്നിട്ടും അവരാരും അത് ചെയ്തില്ല. കാരണം മാർപ്പാപ്പയുടെയും സിനഡിന്റെയും തീരുമാനത്തിനെതിരെ ജനത്തെ ഇറക്കിയാൽ അത് ഭാവിയിൽ സഭയുടെ മൊത്തം കെട്ടുറപ്പിനെ ബാധിക്കും എന്നൊരു ബോധ്യവും തങ്ങൾ ജനസമൂഹത്തിന് മുമ്പിൽ നടത്തിയ അനുസരണ വ്രതപ്രഖ്യാപനത്തിന്റെ ശ്രേഷ്ഠതയും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം. മാത്രമല്ല, കന്യാസ്ത്രീകളെപ്പോലും മാർപ്പാപ്പയോടുള്ള വിധേയത്വത്തിനെതിരായി നിരത്തിലിറക്കണമെങ്കിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ പരത്താതെ സാധിക്കില്ല എന്നും ബിഷപ്പ് മാർ തോമസ് തറയിൽ പറയുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കിയാൽ മാതാവിനോടുള്ള ജപമാലയും കുരിശിന്റെ വഴിയും നിരോധിക്കുമെന്നും പള്ളിയിൽ നിന്നും രൂപങ്ങൾ എടുത്തുമാറ്റുമെന്നുമൊക്കെ നിരന്തരം കള്ളം പറഞ്ഞ് വൈകാരികമായി ജനത്തെ പ്രകോപിപ്പിക്കാതെ അവരൊരിക്കലും മാർപ്പാപ്പയ്ക്കെതിരെ നിരത്തിലിറങ്ങില്ല. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് സ്നേഹപൂർവ്വം നമ്മോട് ആവശ്യപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പ കയ്യൊപ്പ് ചാർത്തിയ കത്തിലൂടെയാണെന്ന് പോലും അറിയിക്കാതെ എല്ലാം സിനഡിന്റെ മേൽ കെട്ടിവെച്ച് ജനത്തെ തെരുവിലിറക്കുമ്പോൾ താൽക്കാലിക വിജയം കിട്ടുമെങ്കിലും ഈ സഭയുടെ ഭാവിയെ അതെപ്രകാരം ബാധിക്കുമെന്ന വിവേകം ഇനിയെങ്കിലും നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. സീറോ മലബാർ സഭയിൽ ഉടലെടുത്ത പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്.